നമസ്കാരം. കമ്മി സഖാക്കൾക്ക് അല്ലെങ്കിലും ഹിന്ദു സംഘടനകളോട് ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാണ്. ജോൺ ബ്രിട്ടാസ് കുംഭമേളയ്ക്കെതിരെ പറഞ്ഞ ആരോപണങ്ങളുടെ മറുപടി കേട്ട് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ തിരക്ക് കൂട്ടിയാൽ എങ്ങനാ സഖാക്കളെ? ഒന്ന് ക്ഷമിക്കേ. എല്ലാവരും കൂടി വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ട് മത്സരിച്ച് നല്ല ചുട്ട മറുപടി കേൾക്കാൻ തിക്കും തിരക്കുമുണ്ടാക്കിയാലോ? എല്ലാറ്റിനുമുള്ള വ്യക്തമായ മറുപടി ബി.ജെ.പിയുടെ കയ്യിലുണ്ട്. അത് തരേണ്ട പോലെ എല്ലാവർക്കും ഒരു കുറവുമില്ലാതെ വീതിച്ചു തരികയും ചെയ്യും. ഇനിയിപ്പോ ആരാണ് മൂത്ത പൊട്ടൻ എന്നറിയാനുള്ള എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ കമ്മി സഖാക്കൾക്കിടയിൽ എന്നാണ് സംശയം. സനാതന ധർമ്മത്തെയും ഹിന്ദു ആചാരങ്ങളെയും കുറിച്ചുള്ള CPM-ന്റെ പരസ്യമായ അധിക്ഷേപം മാന്യതയുടെ എല്ലാ സീമകളും ലംഘിക്കുന്നതായി ആരോപിച്ചുകൊണ്ട് ഇത്തവണ പിണറായിയുടെ വാലാട്ടികൾക്ക് മറുപടി കൊടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് BJP നേതാവ് N. ഹരിയാണ്. ബ്രാഹ്മണരുടെ സന്താനങ്ങളെ കുറിച്ച് പോലും പരസ്യമായി അവഹേളിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ പ്രസ്താവന ഒരു സമുദായത്തിന് നേരെയുള്ള നഗ്നമായ ആക്ഷേപമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് മക്കൾ, അമ്മ, സഹോദരി? അവർക്ക് വായയിൽ തോന്നിയത് വിളിച്ചു പറയും. സ്വന്തം കുടുംബം നന്നാക്കുന്ന തിരക്കിൽ അവർക്ക് അവരുടെ മക്കളെ കുറിച്ച് മാത്രമേ ആവലാതികൾ ഉള്ളൂ. CPM കേരളത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഹൈന്ദവ ധർമ്മത്തെയും വിശ്വാസത്തെയും ഇകഴ്ത്താനും ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭക്തരെ വേട്ടയാടിയതും കേരളം മറന്നിട്ടില്ല. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ നടത്തിയ പേക്കൂത്ത് നമ്മളും കണ്ടതാണല്ലോ. അതിന്റെയൊക്കെ നല്ല എട്ടിന്റെ പണിയും കിട്ടി സഖാക്കൾക്ക്. അമ്പലവും ദൈവവും ഒക്കെ ഹറാമായിരിക്കും എന്നു കരുതി ഇന്ത്യ പോലെയുള്ള ഒരു ഹൈന്ദവ രാഷ്ട്രത്തിൽ ഹിന്ദു മതത്തിനെയും വിശ്വാസങ്ങളെയും വികലമാക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു തരം ധാർഷ്ട്യം തന്നെയല്ലേ? അയ്യപ്പന്റെ മുന്നിൽ ചെന്നാലും കയ്യും കെട്ടി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ദൈവത്തിനെ തൊഴാൻ പാടില്ല, അയ്യപ്പൻ വേണമെങ്കിൽ ഒന്നെഴുന്നേറ്റ് ലാൽ സലാം പറഞ്ഞോട്ടെ എന്ന ഭാവമാണല്ലോ നിങ്ങൾക്ക്. പക്ഷേ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്ന കാര്യം വന്നപ്പോൾ ഭക്തരുടെ പ്രാർത്ഥിക്കണമെന്ന മോഹത്തെ സഫലീകരിക്കാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു. ഹൈന്ദവ വിശ്വാസ സംഹിതയെ അവഹേളിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളുടെയും തീവ്രവാദ സംഘടനകളുടെയും കയ്യടി നേടുന്നതിനാണ് എന്നും ഹരി പറഞ്ഞു. ധാർഷ്ട്യം കൊണ്ടൊന്നും വോട്ട് വീഴില്ലല്ലോ. അതിന് ന്യൂനപക്ഷ സമുദായങ്ങളെ ചാക്കിട്ട് പിടിക്കുക തന്നെ വേണം. അതിന് ചെയ്യാൻ കഴിയുന്നത് ഋഷിമാരുടെയും പുരാണങ്ങളുടെയും പാരമ്പര്യമുള്ള ഭാരതത്തിലെ ജനങ്ങളുടെ വിശ്വാസ സംഹിതയെ പിച്ച് ചീന്തി കേമത്തരം കാണിച്ചു കൊടുത്തുകൊണ്ട് അക്കൂട്ടരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകളിൽ പോയി അടിച്ചുവാരലും തുടയ്ക്കലും കൂടി വേണമെങ്കിലും ചെയ്യാം. നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ അതും തണൽ എന്നാണെങ്കിൽ പിന്നെന്ത് പറയാൻ? ഹരി തന്റെ പ്രസംഗത്തിൽ അത്തരം പ്രതിലോമകരമായ ദേശവിരുദ്ധതയിൽ ആകൃഷ്ടയായവരുടെ വോട്ടും CPM ലക്ഷ്യമിടുന്നുണ്ടാകും എന്നും വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഭാഗത്തായിരുന്നു CPM എന്നാണ് ചരിത്രമെന്നും വിദ്വേഷ പ്രസംഗത്തിനെതിരെ നാടെങ്ങും കേസെടുക്കുന്ന പിണറായി പോലീസ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും നടപടിയെടുക്കണമെന്നും ഇത്തരത്തിലുള്ള അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത് ആലോചിക്കേണ്ടി വരുമെന്നുമാണ് പറഞ്ഞത്.